അടുത്ത വാക്യം വായിര്. മനുഷ്യ നല്ലതെന്തെന്ന് അയ്യോ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തരിക. എന്തുവാ വായിര്? ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. കരികുറ്റിക്കാരോടും ന്യായമായിരിക്കണം. ഒത്തിരി കാര്യം അവിടെ നിന്ന് പറയേണ്ടതുണ്ട്. സഭയ്ക്കകത്ത് ന്യായമായിരിക്കണം, കുടുംബത്തിനകത്ത് ന്യായമായിരിക്കണം, സമൂഹത്തിൽ ന്യായമായിരിക്കണം. ചതിക്കരുത്, വഞ്ചിക്കരുത്, മറ്റുള്ളവനെ കുതികാല് വെട്ടരുത്, കോതുകാല് വെക്കരുത്. ന്യായം പ്രവർത്തിക്കണം. വസ്തു ഭാഗോടുമ്പടി ചെയ്യുമ്പോൾ കൊടുക്കാനുള്ളതെല്ലാം കൃത്യം കൊടുക്കണം. ചേട്ടനോ അനിയനോ പെങ്ങൾക്കോ അനിയത്തിക്കോ അപ്പൻ്റെ പെങ്ങൾക്കോ അപ്പനോ ഒക്കെ കൃത്യമായിരിക്കണം. അടിച്ചു മാറ്റരുത്. അപ്പനും വല്യപ്പനും ചാകാൻ നേരത്ത് കുറുക്ക് കൊടുക്കുമ്പോൾ കൈ പിടിച്ച് അമ്മയ്ക്ക് വെച്ച കള്ളയാധാരം ഉണ്ടാക്കരുത്. ഇതിനകത്തൊക്കെ കാണും പല കക്ഷികൾ. ഇപ്പൊ അമ്മ കൈപോക്കുവൊന്നും വേണ്ട. സ്തോത്രം. നിന്റെ കുടുംബം കുളം തോണ്ടുന്ന ഇടപാടാ. കൃത്യമായിരിക്കണം, ന്യായം പ്രവർത്തിക്കണം. അതിന് മാന്താൻ പോകരുത്. വയസ്സ് 90 എന്നാലും അതിനെ പോയി നിൽക്കുക, വടിയും കുത്തി ചാത്തം വിടാൻ. എന്നിട്ട് സഭയെ വന്നിരുന്ന് പാടുന്നത് എന്നാന്നറിയോ? എൻ്റെ ദേശം ഇവിടെ നല്ല വെട്ടുകല്ലിന് നിന്നെ. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണമെന്ന് ന്യായമേ പ്രവർത്തിക്കാവൂ. സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ അടിച്ചു മാറ്റി ചൂണ്ടി മാറ്റി തന്ത്രം കാണിച്ച് ആധാരം ഒപ്പിച്ച് ഏതെങ്കിലും ഒരുത്തൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, ഒരുത്തി ഇതിനകത്തുണ്ടെങ്കിൽ, അല്ല ദൂരത്തിരുന്ന് കേൾക്കുന്നെങ്കിൽ, നീ അതിന് ക്രമീകരണം വരുത്തിയേച്ച് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. സക്കായി കർത്താവ് വീട്ടിൽ വന്നവൻ പറഞ്ഞത് ഏതായാലും യേശു വന്നാൽ ഞാൻ ക്രൂസൈഡ് നടത്താന്നല്ല പറഞ്ഞേ. മാനസാന്തരപ്പെട്ടപ്പം ആരോടെങ്കിലും ചതിവായി അല്ല, ചതിവായിട്ട് മേടിച്ചത് കൊണ്ട് ക്രൂസൈഡ് നടത്താന്നല്ല പറഞ്ഞേ. യേശുവിനെ വെച്ചൊരു 3 ദിവസത്തെ അതിൻ്റെ ഇടപാട് ആദ്യം തീർക്കണം. ദൈവത്തിന് മഹത്വം. കൈയൊക്കെ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. കൈ മലർത്തുമ്പോൾ ഇതിനകത്ത് ആകൃതിയോ ഒന്നും കാണരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ഇത് ന്യായം പ്രവർത്തിക്കണം. സകല ആൾക്കാരും ന്യായമേ പ്രവർത്തിക്കുക. വായിച്ചേ മോളെ, ന്യായം പ്രവർത്തിപ്പാ. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പിന്നെ ന്യായം പ്രവർത്തിപ്പാനും ദയ ഉണ്ടായിരിക്കണം കേട്ടോ. ഇതൊക്കെ ദൈവമക്കൾ വിശേഷിച്ച് ദയ ഉണ്ടായിരിക്കണം. ഉച്ചയ്ക്കൊരു മനുഷ്യൻ നിന്റെ വീട്ടിൽ വന്നാൽ ഭിക്ഷക്കാരനായിരിക്കും. വിശന്നാ വരുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കണം. അല്ലാതെ കഥകെല്ലാം കൂടെ അടച്ചിട്ട് മതിലുമെല്ലാം കയറ്റി വലിയ ഗേറ്റും ഒക്കെ ഇട്ട് ഗേറ്റിൻ്റെ അവിടെ പട്ടി കൊണ്ട് സൂക്ഷിക്കുക. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. പട്ടീനെ സൂക്ഷിക്കണവനാന്നോ? രാവിലെ നിന്റെ വീട്ടിൽ ഒരുത്തം വന്നാൽ അത് ക്രൈസ്തവനോ അക്രൈസ്തവനോ നിരീശ്വരവാദിയോ മുസ്ലിം സഹോദരനോ ഹൈന്ദവനോ ആരുമാകട്ടെ, മനുഷ്യനല്ലേ. വന്നാൽ നിന്റെ വിഹിതമാന്നേലും എടുത്ത് അവന്റെ വിശപ്പടക്കി വിടണം. അല്ലാതെ അവനുമായിട്ട് 3/4 മണിക്കൂർ സംസാരിച്ചു. ഹൃദയത്തിൽ ചിന്തിക്കും, ഇവൻ പോകുന്നുമില്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയുള്ള ഒത്തിരി വിദ്വാന്മാരുണ്ട്. ഇപ്പൊ എല്ലാം മമ്മി ഇരിക്കുക. കുറച്ചൊക്കെ ദയ വേണേ. ഉച്ചയ്ക്ക് ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ വന്നാൽ ഉള്ളത് മതി. അത് വരുന്നവരുമായിട്ട് സന്തോഷിച്ച്, ചിലപ്പോൾ എല്ലാവരെയും ഒന്നും വിശ്വസിച്ച് അകത്തിരുത്താൻ പറ്റത്തില്ല. കാലം അങ്ങനെ അല്ല. വെളിയിലാന്നേലും കൊടുക്കരുതോ? പരിചയമില്ലാത്തവര് എങ്കിലും എല്ലാവരും ഒന്നും പ്രശ്നക്കാരില്ല. നല്ല മനുഷ്യർ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അഥവാ നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ നീ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണ്. അവൻ തുള്ളിക്കൊണ്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവെക്കും. കേട്ടിട്ടുണ്ട്, മുഞ്ചമണ്ണിൽ മാമന് എന്ന് പറയുന്ന കർത്തദാസൻ ഏത്തവാഴ കൃഷി നട്ടു. അത് പാകമായപ്പോൾ ആരോ ഏത്തക്കൊല മോട്ടിച്ചുണ്ട് മുഞ്ചമണ്ണൻ മാമന് ഉപദേശിച്ച് വന്നു പറഞ്ഞു, മാമൻ ഏത്തക്കൊല നട്ട് ഞാൻ നിന്റെ വേലയ്ക്ക് പോയി ദൂതനെ ഏൽപ്പിച്ചതാ, എൻ്റെ ഏത്തക്കൊല ഇവിടെ കൊണ്ട് വെപ്പിക്കണമെന്ന്. കൊണ്ടുപോയവന് സ്വസ്ഥത വന്നില്ല. അവൻ പിറ്റേന്ന് കൊണ്ടുപോയ ഏത്തക്കൊല അവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ വിശ്വസിക്കുകയല്ലെന്ന് എനിക്കറിയാം.
അന്ന് ഏത്തക്കൊലയ്ക്ക് വലിയ പ്രാധാന്യമാണ്. ഇപ്പം അത് പറഞ്ഞാൽ അത്ര എഫക്റ്റ് ആകുന്നില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. നിന്റെ വണ്ടി മോട്ടിച്ചുകൊണ്ട് പോയാൽ അവൻ തുള്ളിക്കൊണ്ട് കൊണ്ടുവരും. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഉണ്ടെന്നായിക്കാൻ. അല്ല, ഞാൻ ചില കാര്യം പ്രാഗൽഭ്യത്തോടാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നിടത്ത് ഗേറ്റ് പൂട്ടാറില്ല. ചുമ്മാ ഈ പട്ടിയുടെ ശല്യം ഉള്ളത് കൊണ്ട് ചുമ്മാ ഒരു കുറ്റിയുടെ പൂട്ടത്തില്ല. നിങ്ങൾ വന്ന് നോക്ക, പൂട്ടുകയല്ല. ഞാൻ വെളുപ്പിനെ പാട്ട് പാടി പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ചെന്ന് ഗേറ്റ് അങ്ങ് തുറക്കും. അത് രാത്രി ഇനിയിപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞ ഗേറ്റ് അടയ്ക്കുകയുള്ളൂ. അത് ചുമ്മാ ചാരിക്കിടത്തേ ഉള്ളൂ, പൂട്ടുകയല്ല. അല്ല, അവൻ അങ്ങോട്ട് വന്നിട്ട് എന്നെ എടുത്തോണ്ട് പോകാനാ, അത് വേറൊരു വിഷയം. ഇനി അഥവാ എന്തായാലും എടുത്തോണ്ട് പോയാൽ ഒന്നേ അവൻ ആവശ്യക്കാരനായിരിക്കും. അവൻ തന്ത്രത്തിലാ കൊണ്ടുവന്നെങ്കിൽ ദൈവം അവനോട് ഇടപെടും. ഇത് ഗേറ്റ് ഒന്ന് പൂട്ടി, രണ്ട് പൂട്ടി, പിന്നെ അത് പൂട്ടി. അയ്യോ, നാളൊരു വണ്ടിയുടെ അകത്തോടെ ഒരു ചങ്ങല ഇട്ടേച്ച് കാർ പോർച്ചിൽ ഇങ്ങനെ ഒരു അതിനകത്തിട്ട് പൂട്ടി. അയ്യോ, വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ ചുമ്മാ വണ്ടി ഇട്ടിരിക്കുക. അതോ നമ്മുടെ പാട്ട വണ്ടിയാണോ? എനിക്ക് പേരൊന്നും അറിയാൻ മേല. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം, ദയയൊക്കെ ഉണ്ടായിരിക്കണേ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത് 10 തേങ്ങ ഇട്ട് അപ്പുറത്തുകാരൻ്റെ തേങ്ങ ഇല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ 2 തേങ്ങ അവിടെ കൊടുക്കണേ. മനസ്സിലായോ? എന്തോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നിങ്ങൾ അയാൾക്ക് ആളിനെ കണ്ടപ്പോൾ ഇളകിയതാണ്. ഞാനിതൊക്കെ ചെയ്തേച്ചാ പ്രസംഗിക്കുന്നത്. എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്, അതുകൊണ്ടാണ് പറയാൻ. പ്രാഗൽഭ്യമുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നതിന് മുമ്പ് താമസിച്ച വീട്ടിലെ എന്തുവാ നമ്മുടെ ജോയിച്ചാൻ്റെ സ്ഥലം എവിടെ അല്ലെന്ന് ബഹറിലെ അദ്ദേഹം എനിക്ക് താമസിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് തന്നു. കുറച്ചേറെ വസ്തു ഉണ്ടായിരുന്നു. അപ്പം കോവിഡിൻ്റെയൊക്കെ സമയമാണ്. വെറുതെ ഇരിക്കേണ്ടെന്നോർത്ത് ഞാൻ ആളിനെ നിർത്തി ഞാനും കൂടെ ഒക്കെ കൂടി ഇഷ്ടംപോലെ കൃഷി ചെയ്തു. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും അല്ലെ മഹായോഗത്തിന് താൻ ഇത് പറയാനാണെന്നോ ഇങ്ങോട്ട്? അല്ല, ദയ ഉണ്ടായിരിക്കണമെന്ന് പറയാനൊരു ഇത് ചെയ്തെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു വളരെ പ്രാഗൽഭ്യത്തോ ഒരു കാര്യമല്ല. ഇപ്പോൾ സന്ദർഭം വന്നുകൊണ്ട് ഒരു കാര്യം പറയാം. ഈ ഷിബു പാസ്റ്റർക്കൊക്കെ അറിയാം, ഏതാണ്ട് 100-150 മൂട് ഏത്തവാഴ നട്ടു, 500 മൂട് കപ്പയും നട്ടു, പിന്നെ വേറെ കൃഷികൾ ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ നല്ല വിളവാൻ. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവർക്കും ആ ദേശത്തുള്ള എല്ലാവർക്കും ഓരോ ഏത്തക്കൊല വെട്ടിക്കൊടുത്തു. പൈസയൊന്നും മേടിച്ചില്ല. പ്രാഗൽഭ്യമുള്ളതുകൊണ്ടാ പറയുന്നത്. അല്ല, വാവല് ചപ്പിയ 2 എണ്ണം പെയ്ത്തോമിലും കാറ്റത്തൊടിഞ്ഞ 1 എണ്ണം പാസ്റ്റർക്കും. എടാ വിവരദോഷി, കൊടുക്കുന്നെങ്കിൽ നല്ലത് കൊടുക്കണം. ഞാൻ ചുമ്മാ നിങ്ങളെ കണ്ടപ്പോൾ ഇളകിയതല്ലേ, ചെയ്തിട്ടായി പറയുന്നത്. എൻ്റെ ജോർജ് കുട്ടിച്ച എല്ലാവർക്കും ഓരോ ഏത്തക്കൊല, ചിലർ 2 എണ്ണം മേടിച്ചുകൊണ്ട് പോയി. 50 പൈസ മേടിച്ചിട്ടില്ല, കൊടുത്തു എല്ലാവർക്കും. 100 രൂപ പാസ്റ്റൊക്കെ ഇരിക്കുന്നു യോയിര് എല്ലാവർക്കും. അല്ല, അതുകൊണ്ടേ എനിക്ക് ഇതും എടുത്തോണ്ട് അതിലെ നടന്ന എല്ലാ വീട്ടിലും കയറി സുവിശേഷവും പറയാം. ഏത്തക്കൊല കൊടുത്തത് കൊണ്ടല്ല. നീ ഒരു കറിക്കാ പോലും ഒരെണ്ണത്തിന് കൊടുക്കുകയല്ല. എന്നുവെച്ചാൽ ഇവിടെ വന്ന് അടിക്കുക. കൊടുക്കുന്നവർ ഇതിനകത്തുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം. ഇതൊക്കെ പ്രാഗൽഭ്യമുള്ളത് കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. മനുഷ്യനോട് ദയ ഉണ്ടായിരിക്കണം. സഭയിൽ ആരാധിക്കാൻ വരുന്ന ആൾക്കാർക്ക് വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ വസ്ത്രമുള്ള നീ അവർക്ക് നല്ലത് കൊടുക്കണം. കൊടുക്കണം. മറ്റ് ബുദ്ധിമുട്ടുകളുള്ളവർ, ചിലപ്പോൾ പൈസയ്ക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാത്തവർ കാണും. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. ദയ ഉണ്ടായിരിക്കണമെന്ന്. എടാ, അപ്പുറേ താമസിക്കുന്ന മുസ്ലിമോ ഹിന്ദുവോ അക്രൈസ്തവനോ നിരീശ്വരവാദി ആരുമാകട്ടെ, മനുഷ്യനല്ലേ? നിന്റെ വീട്ടിൽ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അടുത്ത് ചേർന്ന് വീടുണ്ടെങ്കിലേ പ്രായമുള്ളവരും പിള്ളേരും ഒക്കെ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കാണും. അപ്പോൾ ഈ ഭക്ഷണം പാകപ്പെടുത്തുമ്പോൾ മണം വരുവേ, കടുക് താളിക്കുമ്പോൾ അതിൻ്റെ മണമൊക്കെ വരും. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പ്രായമുള്ള ഒരു അമ്മയോ അപ്പച്ചനോ കൊച്ചു പിള്ളേരൊക്കെ കാണും. ഒത്തിരി ഒന്നും കൊടുക്കാൻ ചിലപ്പം കാണുകയില്ലെങ്കിലും ഇച്ചിരിയെങ്കിലും അവർക്ക് കൊടുക്കണേ. കൊടുത്തയച്ചു ബാക്കി അമക്കണേ.
ഇത് മുഴുവൻ ഫ്രിഡ്ജിനകത്ത് ഇടിച്ച് കയറ്റി വെച്ച് ചൂടാക്കി രണ്ടുപേരുടെ. എന്തിനിങ്ങനെ ജീവിക്കുന്നു? ദൈവത്തിന് മഹത്വം. ദയ ഉണ്ടായിരിക്കണം. ദയ ഒന്നുകൂടെ വായിച്ചാൽ മോളെ, എല്ലാരും കേക്കട്ടെ. വായിരേ. ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായി ഇരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ മറ്റുള്ളവരെ സേട്ടരെന്നെണ്ണി, മറ്റുള്ളവരെ ബഹുമാനിച്ച്, മറ്റുള്ളവരെ ആദരിച്ച്, കർത്താവിന് മഹത്വം, താഴ്മയോടെ നടപ്പാനും അല്ലാതെ വേറെ എന്തുവാ ദൈവത്തിന്റെ? ആടും വേണ്ട, കോഴിയും വേണ്ട, മാടും വേണ്ട, മുമ്പേ പറഞ്ഞ പോലെ തുണിയും മണിയും കിടി ഒന്നും ദൈവത്തിന് വേണ്ട. നീ ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ജീവിക്കണം, ഭക്തിയോടെ ജീവിക്കണം. ദൈവത്തിന് മഹത്വം. മോളെ, ഇതിനോട് ചേർത്ത് സഭാപ്രസംഗി 12:13 ചേർത്ത് അങ്ങ് വായിച്ചു വിട്ടു. എല്ലാം പറയാൻ നേരമില്ലെങ്കിലും വായിച്ചങ്ങ് വിട്ടു. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യനും വേണ്ടുന്നത്. ദൈവത്തെ ഭയപ്പെടണം, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അതാകുന്ന സകല മനുഷ്യനും ആവശ്യം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് ജീവിക്കണം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തു. ഈ പുസ്തകം 66 പുസ്തകത്തിൽ ഉടനീളം ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആ പ്രഭാവത്തോടെ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്നവൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ